തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കണ്ണൂരിലെ മുന്നണി കൺവീനർമാർ വലിയ മുന്നേറ്റം LDF-ന് ഉണ്ടാകുമെന്ന് LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം UDF-ന് അനുകൂലമാകുമെന്ന് UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. NDA കുതിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാമെന്ന് കൺവീനർ പൈലി വാത്തിയാട്ടും വ്യക്തമാക്കി. കണ്ണൂർ പ്രസ് ക്ലബിന്റെ തദ്ദേശീയ പരിപാടിയിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ LDF-ന് കണ്ണൂർ ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് കൺവീനർ N ചന്ദ്രൻ പറഞ്ഞു. 2016 മുമ്പുള്ള കേരളവും 2016 ശേഷമുള്ള കേരളവും രണ്ടായി തരംതിരിച്ച് ആളുകൾ പരിശോധിക്കുന്നുണ്ട്. 2016 ശേഷം ഉണ്ടായ മാറ്റം അത്ഭുതകരമാണ്. അടിസ്ഥാന മേഖലയിൽ ഉണ്ടായ ആ മാറ്റം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ കേരളം 26ാം സ്ഥാനത്ത് നിന്നാണ് 1ാം സ്ഥാനത്തെത്തിയത്. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വന്ന മാറ്റവും എല്ലാവരും കാണുന്നുണ്ട്. LDF വൻ വിജയം നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് N ചന്ദ്രൻ. വ്യവസായം 2016 മുമ്പുള്ളതുപോലെയല്ല ഇപ്പോൾ കേരളം ഇപ്പോൾ 2016 വ്യവസായം തുടങ്ങാൻ പറ്റിയ സംസ്ഥാനങ്ങളുടെ പട്ടികയെടുത്താൽ 26ാം സ്ഥാനത്തായിരുന്നു 2016. ഇപ്പോൾ അത് 1ാം സ്ഥാനത്താണ്. ഈ മാറ്റം ജനങ്ങൾ അറിയുന്നുണ്ട്. അവരുടെ അനുഭവമാണത്. കേട്ടുകേൾവിയോ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. LDF സർക്കാർ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുരങ്കം വെക്കുകയാണ് ചെയ്തതെന്ന് UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. കർണാടകയും തെലങ്കാനയുമൊക്കെ പഞ്ചായത്ത് രാജിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമ്പോൾ കേരളം പിന്നോട്ടു പോവുകയാണ് ചെയ്തത്. കേരളത്തിൽ പലവിധ മിഷനുകൾ രൂപീകരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. തദ്ദേശ സ്ഥാപനങ്ങളെ മിഷനുകൾ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അധികാരം ജനങ്ങളിലേക്ക് എന്ന പ്രക്രിയയെ LDF തകർത്തു. BJP-യുടെ B ടീം ആയി LDF മാറി. ഇതിനെതിരായ വിധിയെഴുത്ത് കണ്ണൂർ ജില്ലയിലും ഉണ്ടാകുമെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 9.5 കൊല്ലമായി ജനങ്ങളിലേക്ക് അധികാരം കൈമാറുക എന്നുള്ള പ്രക്രിയയെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ തുരങ്കം വെക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആക്ഷേപം. കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾ തമ്മിൽ രൂപപ്പെട്ടിട്ടുള്ള അവിഹിതമായിട്ടുള്ള ചില ബാന്ധവം, അതിന് ഏറ്റവും ഒടുവിൽ PMC പദ്ധതിയിലടക്കം സംഘപരിവാരത്തിൻ്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സർക്കാർ BJP സർക്കാരിൻ്റെ B ടീമായി കേരളത്തിൽ കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായി പ്രവർത്തിക്കും. ഇതിനെതിരായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം അലയടിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് മാറും. കേന്ദ്രത്തിലും മറ്റ് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അഴിമതിരഹിതമായ ഭരണം സംവിധാനം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ അതില്ലെന്ന് NDA ജില്ലാ കൺവീനർ പൈലി വാത്യാട്ട് പറഞ്ഞു. വികസിത കേരളത്തിനായാണ് NDA പ്രവർത്തിക്കുന്നത്. NDAക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളിലടക്കം ഇത്തവണ എത്തി. 70 വർഷമായി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇടത് വലതു മുന്നണികളെന്നും പൈലി വാത്യാട്ട് പറഞ്ഞു. കഴിഞ്ഞ 70 വർഷക്കാലം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി. ഒരു കാലത്ത് ഗരീബി ഘടാകുക അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നിരന്തരം പ്രഖ്യാപനം ചെയ്ത മുന്നണികളെല്ലാം ഇന്ന് വികസനം എന്ന പ്രഖ്യാപനത്തിൻ്റെ വക്താക്കളായി സമൂഹത്തിൻ്റെ മുന്നിൽ കപട നാടകം അഭിനയിക്കുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം LDF പിടിച്ചെടുക്കുമെന്നും വികസന മുരടച്ചിൽ ജനങ്ങൾ മടുത്തിരിക്കുകയാണെന്നും N ചന്ദ്രൻ പറഞ്ഞു. എന്നാൽ കണ്ണൂർ കോർപ്പറേഷനിൽ 40-ലധികം സീറ്റ് നേടി UDF ഭരണം തുടരുമെന്ന് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. ഭരണം പിടിച്ചെടുക്കുമെന്ന് പറയുന്നില്ലെങ്കിലും വലിയ മുന്നേറ്റം കണ്ണൂർ കോർപ്പറേഷനിലും NDA ഉണ്ടാക്കുമെന്ന് പൈലി വാത്യാട്ടും അവകാശപ്പെട്ടു. കണ്ണൂർ പ്രസ് ക്ലബ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരുക്കിയ തദ്ദേശം പരിപാടിയിലാണ് 3 മുന്നണികളുടെയും കൺവീനർമാർ നിലപാട് വ്യക്തമാക്കിയത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, ജോയിന്റ് സെക്രട്ടറി M സന്തോഷ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.